കൊല്ലം ചാത്തന്നൂരിൽ സ്കൂൾ ബസിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വീണു മരിച്ച സംഭവത്തിൽ കുറ്റക്കാരെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് രക്ഷിതാക്കളുടെ പരാതി. അപകടം നടന്ന് മണിക്കൂറുകൾക്കകം കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്ന് കാട്ടി കുട്ടിയുടെ പിതാവ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകി. ശബ്ദം കേട്ടപ്പോൾ വണ്ടി നിർത്തി ഡ്രൈവർ മാമ ഇറങ്ങി നോക്കിയിട്ട് നമ്മൾ നേരെ സ്കൂളിൽ കൊണ്ടുപോയി. എന്നിട്ട് അപകടം നടന്നയുടൻ കുട്ടിയെ രക്ഷിക്കാതെ സ്കൂൾ വാനുമായി കടന്ന ഡ്രൈവർക്കെതിരെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു എന്ന കുറ്റം ചുമത്തി കേസ് നിസ്സാരവൽക്കരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് മരിച്ച കുട്ടിയുടെ ബന്ധുക്കളുടെ ആരോപണം. വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വാനിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും സ്കൂൾ മാനേജ്മെന്റിനെ കൂടി പ്രതിയാക്കി കേസെടുക്കണമെന്നും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ പരാതിയിൽ മരിച്ച കെവിന്റെ പിതാവ് പ്രകാശൻ ആവശ്യപ്പെടുന്നു. എംഎൽഎയുടെയും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും കൂടെ ഇതിനകത്ത് നല്ല ശക്തമായിട്ട് ഇടപെടുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. പിന്നെ കുട്ടിയുടെ ഈ അടക്കമെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഡ്രൈവറെ അവിടെ ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഡ്രൈവറെ അവിടെ കീഴടക്കിയത്, അവിടെ കൊണ്ടുവന്നിട്ട് ഹാജരാക്കിയത്. അപകടം നടന്ന് മണിക്കൂറുകൾക്കകം പോലീസ് നിർബന്ധിച്ച് സ്റ്റേഷനിൽ വെച്ച് കള്ളമൊഴിയിൽ ഒപ്പിടാൻ പ്രേരിപ്പിച്ചുവെന്ന് കുട്ടിയുടെ മുത്തച്ഛനും പറഞ്ഞു. പേപ്പറിൽ എഴുതുന്ന വാചകങ്ങൾ പറഞ്ഞ എല്ലാം തെറ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് പകുതി വരെ എഴുതിയിട്ട് അതിൻ്റെ അടിക്ക് മുകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും പറ്റത്തില്ല, വെള്ള പേപ്പറിൽ ഞാൻ ഒപ്പിടില്ല, ഇവിടെ നിങ്ങൾക്ക് എന്തും എഴുതി ചേർക്കാം, അത് വ്യക്തമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ എഴുതി തരാം, ഒപ്പിടാമെന്ന് പറയും. കേസ് ഒതുക്കി തീർക്കാൻ സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നുവെന്നും പല വാഗ്ദാനങ്ങളും മാനേജ്മെന്റ് ടീച്ചർമാർ വഴി നൽകിയെന്നും കെവിന്റെ ബന്ധുക്കൾ പറഞ്ഞു. നീതി ലഭിക്കും വരെ പോരാടാനാണ് മരിച്ച കെവിന്റെ കുടുംബത്തിന്റെ തീരുമാനം. റിപ്പോർട്ടർ, കൊല്ലം.